ദേശീയ വരുമാനം, നാഷണൽ ഇൻകം എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ മുൻ ക്ലാസ്സിലെടുത്തിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെ. ഞാൻ പറഞ്ഞു, ദേശീയ വരുമാനം കണക്കാക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കാം? ഉൽപാദന ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ? ഒരു ഉൽപാദനം നടക്കണമെങ്കിൽ ഉൽപാദന ഘടകങ്ങളായ, അതായത് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സായ ഭൂമി, അതായത് ലാൻഡ്, ദെൻ തൊഴിൽ, അതായത് ലേബർ, മൂലധനം, അതായത് ക്യാപിറ്റൽ, അതുപോലെ തന്നെ സംഘാടനം അല്ലേ, അതായത് എന്താ സംഘാടനം? ഓർഗനൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ് അല്ലേ? ഇതിന് പ്രതിഫലവും കൊടുക്കേണ്ടതുണ്ട്. ഭൂമിക്ക്, അതായത് ലാൻഡിന് പാട്ടമാണ് പ്രതിഫലം. റിവാർഡ് ഫോർ ലാൻഡ് ഈസ് റെൻറ്റ്. അതുപോലെ തന്നെ തൊഴിലാളിക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട് റിവാർഡായിട്ട്, അതായത് പ്രതിഫലമായിട്ട്? കൂലി അല്ലേ, അതായത് വേജ്. അതുപോലെ തന്നെ മൂലധനം, ക്യാപിറ്റൽ, അതിന് നമ്മൾ ഇൻട്രസ്റ്റ്, പലിശ കൊടുക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ സംഘാടകന് ലാഭം, അതായത് പ്രോഫിറ്റ് ലഭിക്കുന്നു. ഈ പ്രതിഫലങ്ങൾ വർദ്ധിക്കുമ്പോൾ ഉപഭോഗം, അതായത് കൺസംഷൻ, അതുപോലെ തന്നെ നിക്ഷേപം, ഡെപ്പോസിറ്റ്, അതിനു വേണ്ടിയിട്ട് കൂടുതൽ തുക ചെലവഴിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഉൽപാദനം കൂടുന്നു, വരുമാനം വർദ്ധിക്കുന്നു, ചെലവ് വർദ്ധിക്കുന്നു അല്ലേ? അപ്പോൾ ഉൽപാദനം, വരുമാനം, ചെലവ്, അതായത് പ്രൊഡക്ഷൻ, ഇൻകം, എക്സ്പെൻഡിച്ചർ എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഉൽപാദനം കൂടുമ്പോൾ, വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസ്, ഇൻകം ആൾസോ ഇൻക്രീസ്, അതായത് വരുമാനം വർദ്ധിക്കുന്നു ഉൽപാദനം കൂടുമ്പോൾ. നമുക്ക് വരുമാനം ഉണ്ടായെങ്കിലല്ലേ നമ്മൾ ചെലവ് ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവ് വർദ്ധിക്കുന്നു. വെൻ ഇൻകം ഇൻക്രീസ്, എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് അല്ലേ? അപ്പോൾ ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ വരുമാനം കണക്കാക്കാൻ നമ്മൾ ഈ 3 രീതികളാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഉൽപാദന രീതി, അതായത് പ്രൊഡക്ഷൻ മെത്തേഡ്, ദെൻ വരുമാന രീതി, അതായത് ഇൻകം മെത്തേഡ്, പിന്നെയോ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അതായത് ചെലവ് രീതി. ഇത് മൂന്നുമാണ് ദേശീയ വരുമാനം കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന 3 മാർഗങ്ങൾ. ഈ 3 രീതിയിലും ദേശീയ വരുമാനം കണക്കാക്കാം. ഓരോന്നിനും പ്രത്യേകം ലക്ഷ്യങ്ങളുണ്ട് താനും. അപ്പോൾ ഉൽപാദന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്റ്റ് മെത്തേഡ്, ഉൽപാദന രീതി. ഈ രീതിയിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള 3 മേഖലകളുണ്ടല്ലോ. ഏതൊക്കെയാണ് പ്രധാനമായും ഉൽപാദനം നടക്കുന്ന മേഖലകൾ? പ്രാഥമികം, ദ്വിതീയം, തൃതീയം. ഓർമ്മയില്ലേ? അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഈ 3 മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം, അതായത് മണി വാല്യൂ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. അങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കുന്നു. എന്ന് വെച്ചാൽ ഈ 3 മേഖലകളിലും ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ പണമൂല്യം എടുക്കുന്നു, അത് 3ഉം കൂടി കൂട്ടുന്നു, അങ്ങനെ ദേശീയ വരുമാനം കിട്ടുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനൊരു ഇക്വേഷൻ കൊടുക്കാം. എങ്ങനെ? പ്രൊഡക്റ്റ് മെത്തേഡ് ഈക്വൽ ടു എങ്ങനെയാണ്? വാല്യൂ ഓഫ് പ്രൈമറി സെക്ടർ പ്ലസ് വാല്യൂ ഓഫ് സെക്കൻഡറി സെക്ടർ പ്ലസ് ടേർഷ്യറി സെക്ടർ. അതായത് പ്രാഥമിക മേഖലയിൽ നിന്നുള്ള വരുമാനം പ്ലസ് ദ്വിതീയ മേഖലയിൽ നിന്നുള്ള വരുമാനം പ്ലസ് തൃതീയ മേഖലയിൽ നിന്നുള്ള വരുമാനം. ഇവിടെ ഇത്തരത്തിൽ ദേശീയ വരുമാനം കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ മേഖലകളുടെയും പങ്കാളിത്തം മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ കാർഷിക മേഖലയല്ലേ ഈ പ്രാഥമിക മേഖല, അതിൽ നിന്ന് എത്ര വരുമാനം കിട്ടി, അതുപോലെ തന്നെ ദ്വിതീയ മേഖലയിൽ നിന്ന് എത്ര കിട്ടി, തൃതീയ മേഖലയിൽ നിന്ന് എത്ര കിട്ടി, ഏതിലാണ് കൂടുതൽ വന്നത്, ഏതിലാണ് കുറഞ്ഞു പോയത്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഉൽപാദന രീതി, അതായത് പ്രൊഡക്റ്റ് മെത്തേഡ് സഹായിക്കും. അടുത്ത മെത്തേഡാണ് വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്. ഇവിടെ എങ്ങനെ വരുമാനം
ഇവിടെ എങ്ങനെ ദേശീയ വരുമാനം കാണും? അതായത് ഇൻകം, വരുമാനം വരുന്നത് എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചു. എവിടുന്ന? പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിൽ നിന്ന്, അതായത് ഉൽപ്പാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, അതായത് റെൻറ്റ് അല്ലേ, അതുപോലെ തന്നെ വേതനം, വേജ്, ഇൻട്രസ്റ്റ് അതായത് പലിശ, പ്രോഫിറ്റ് ലാഭം, ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ഉൽപ്പാദനം നടക്കുമ്പോൾ ഉൽപ്പാദന ഘടകങ്ങൾക്ക് എന്ത് കൊടുക്കണം? അവർക്കുള്ള പ്രതിഫലം കൊടുക്കണ്ടേ? ആ പ്രതിഫലം ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, ഒന്നുകൂടി പറയാം. പാട്ടം, വേതനം, പലിശ, ലാഭം, അതായത് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇവ കൊടുക്കണ്ടേ? ഇത് കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ദേശീയ വരുമാനം കാണുന്നു. അപ്പോൾ ഈ മെത്തേഡിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? പാട്ടം പ്ലസ് വേതനം പ്ലസ് പലിശ പ്ലസ് ലാഭം, അതായത് റെൻറ്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഈ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്താ? ഓരോ ഉൽപ്പാദന ഘടകത്തിൻ്റെയും സംഭാവന വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ വേതനം, പാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ വേർതിരിച്ച് അറിയാൻ ഈ രീതിയിലൂടെ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി. ഇവിടെ ഒരു വർഷം വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും നടത്തുന്ന ചെലവുകൾ കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്നു. അതായത് ഒരു രാജ്യത്തെ പ്രധാന വരുമാനം വരുന്നത് എവിടെ നിന്നാണ്? വ്യക്തികളിൽ നിന്നും, അതായത് ഇൻഡിവിജ്വൽസിൽ നിന്ന്, പിന്നെ സ്ഥാപനങ്ങളിൽ നിന്ന്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന്, പിന്നെ മറ്റൊന്ന് സർക്കാരിൻ്റെ, അതായത് ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ. ഇതൊക്കെ കൂടി കണക്കാക്കുക. ഇവിടെ സാധനങ്ങളും സേവനങ്ങളും പ്രധാനമായിട്ടും വാങ്ങുന്നത് ആരാണ്? ഇൻഡിവിജ്വൽസ്, അതായത് വ്യക്തികളാണ്. പിന്നെ സ്ഥാപനങ്ങളാവട്ടെ അവരിൽ നിന്ന് വരുന്ന ചെലവ് പ്രധാനമായും നിക്ഷേപ ചെലവാണ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ് വരുന്നത്. അതായത് സ്ഥാപനങ്ങളല്ലേ ഇവിടെ എന്ത് ചെയ്യുന്നത്? മിഷനറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, അതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിലാണ് പെടുക. പിന്നെ സർക്കാരിൻ്റെ ചിലവ്, അതായത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും ഉണ്ടാവും. അപ്പോൾ ഈ 3 എക്സ്പെൻഡിച്ചറുകളും കൂടി കൂട്ടുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? ഉപഭോഗ ചെലവ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അത് പ്രധാനമായിട്ടും വ്യക്തികൾ, അതായത് ഇൻഡിവിജ്വൽസിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് നിക്ഷേപ ചെലവ്, അത് പ്രധാനമായിട്ടും വരുന്നത് സ്ഥാപനങ്ങളിൽ നിന്നാണ്. മറ്റൊന്ന് സർക്കാരിൻ്റെ ചെലവ്, അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആകെ ചെലവ് കിട്ടുന്നു. അങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കാം. ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്നത് എളുപ്പമാണോ? അല്ല. ഇന്ത്യയിൽ നിന്നല്ല, എവിടെയും ദേശീയ വരുമാനം കണക്കാക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആരാണ് ഇത് കണക്കാക്കുന്നത്? നമ്മളാണോ? അല്ല. അതിന് പ്രത്യേക സർക്കാർ ഏജൻസി ഉണ്ട്. അവരാണ് CSO, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇവരാണ് എന്ത് കണക്കാക്കുന്നത്? ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. വിവിധ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കണക്കെടുപ്പ് നടത്തുന്നത്. എന്തായാലും അവർ ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നീ 3 രീതികളിലും ദേശീയ വരുമാനം കണക്കാക്കുന്നുണ്ട്. ഏതായാലും ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമർഹിക്കുന്ന ഒന്നാണ് വിശ്വാസ്യമായ സ്ഥിതിവിവരക്കണക്കുകളുടെ അഭാവം. എന്ന് വെച്ചാൽ ആളുകൾ കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുക്കില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. ഏതായാലും വിശ്വാസയോഗ്യമായ കണക്കുകൾ ആളുകൾ കൊടുക്കാറില്ല, അതായത് കൃത്യമായ കണക്കുകൾ ആളുകളിൽ കൊടുക്കാറില്ല. ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ക്രിയേറ്റ്സ് ഡിഫിക്കൽറ്റി ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. അടുത്ത പ്രശ്നമാണ് ഡബിൾ കൗണ്ടിങ്, അതായത് 2 പ്രാവശ്യം കണക്കാക്കി പോവുക. ഡബിൾ കൗണ്ടിങ് എന്നാണ് അതിനെ വിളിക്കുക. എന്ന് വെച്ചാൽ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ പല പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു തുണി ഉണ്ടാക്കുന്നു എന്നിരിക്കുക. അത് തുണിക്ക് ആവശ്യമായ പരുത്തി എവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അത് ഉണ്ടാക്കിയിട്ടുള്ളത് കാർഷിക മേഖലയിലാണ് അല്ലേ, പ്രൈമറി സെക്ടറിലാണ്. അപ്പോൾ പ്രൈമറി സെക്ടറിലെ കൃഷിയുടെ കണക്കെടുക്കുമ്പോൾ നമ്മുടെ പരുത്തിയുടെ കണക്ക് ഒരു പ്രാവശ്യം കൂട്ടിയിട്ടുണ്ടാവും.
പിന്നെ നമ്മളത് തുണിയാക്കി മാറ്റും. അതെവിടെയാണ് വരുന്നത്? സെക്കൻഡറിയിലാണ് വരുന്നത്, തുണിയാവുന്നത് അല്ലേ. അപ്പോൾ അവിടെ വീണ്ടും എന്ത് ചെയ്യുന്നു? ആ തുണിയുടെ കണക്കെടുക്കുമ്പോൾ വീണ്ടും ആ പൈസ കൂട്ടും അല്ലേ. ഇനി അത് വിൽക്കുമ്പോഴോ അപ്പോഴും അതിൻ്റെ പൈസ കൂട്ടും. ഇത്തരത്തിൽ ഒരു സാധനത്തിൻ്റെ തന്നെ പൈസ വീണ്ടും വീണ്ടും കൂട്ടിപ്പോകും. അത് ഇതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡബിൾ കൗണ്ടിങ് ക്രിയേറ്റ്സ് ഡിഫിക്കൽട്ടീസ് വൈൽ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. മറ്റൊരു പ്രധാന പ്രശ്നമാണ് വീട്ടമ്മമാരുടെ ജോലി അത് ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അത് ശരിക്കും കണക്കാക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു വേലയ്ക്ക് ഒരാളെ വീട്ടിൽ വയ്ക്കുക നിൽക്കുക, അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ. അപ്പോൾ യഥാർത്ഥത്തിൽ വീട്ടമ്മമാരുടെ ജോലി എന്താണ്? മൂല്യം അർഹിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ദേശീയ വരുമാനത്തിൽ അത് കണക്കാക്കുന്നില്ല. അത് എന്താണ്? ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കുന്നു. സർവീസസ് ഓഫ് ഹൗസ് വൈഫ്സ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. അതുപോലെ തന്നെ മറ്റൊരു പോരായ്മയാണ് നമ്മളൊക്കെ ഉണ്ടാക്കും, നമ്മൾ വീട്ടിലൊക്കെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കണവരുണ്ട് അല്ലേ. അതിൻ്റെ വരുമാനം ദേശീയ വരുമാനത്തിൽ വരുന്നുണ്ടോ? അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ വരും അല്ലേ. പക്ഷേ സ്വന്തമായിട്ടുണ്ടാക്കുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കുന്നില്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെൽഫ് കൺസംഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. മറ്റൊന്ന് ജനങ്ങളുടെ നിരക്ഷരത, അറിവില്ലായ്മ. അതുകൊണ്ട് തന്നെ സ്ഥിതി വിവരക്കണക്കുകൾ എടുക്കുന്നതിന് തടസ്സമാവും. എന്ന് വെച്ചാൽ ഇതന്നെ കണക്കുകൾ കൃത്യമായിട്ട് ഉണ്ടാവില്ല. ഇഗ്നറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് ദി പീപ്പിൾ ക്രിയേറ്റ്സ് പ്രോബ്ലംസ് ഇൻ കളക്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. മറ്റൊരു പ്രശ്നമാണ് സേവനങ്ങളുടെ, സർവീസസിൻ്റെ പണമൂല്യം കണക്കാക്കാനുള്ള ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡോക്ടർ ചെയ്യുന്നത് സേവനമാണല്ലോ, പക്ഷേ അവർക്കൊന്നും എന്തല്ല കൃത്യമായിട്ടുള്ള തുകയല്ല എല്ലാവരും വാങ്ങുന്നത്. ചിലർ 500 വാങ്ങും, ചിലർ 300 വാങ്ങും. അപ്പോൾ ഓരോന്നിനും എന്താണ് പല പല പൈസയാണ്. ഇപ്പോൾ നമുക്കൊരു സാധനമാണെങ്കിൽ നമുക്ക് ഏകദേശം അതിൻ്റെ വില നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അതുപോലെ സേവനങ്ങളുടെ മണി വാല്യൂ, അതായത് പണമൂല്യം കണക്കാക്കാൻ പ്രയാസമാണ് എന്നുള്ളതാണ്. ദി പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഇൻ അസസിങ് ദി മണി വാല്യൂ ഓഫ് സർവീസസ് ഇംപ്ലൈഡ് ദി കറക്റ്റ് എസ്റ്റിമേഷൻ ഓഫ് ദി നാഷണൽ ഇൻകം. ലാസ്റ്റ് വൺ, ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്താറില്ല അല്ലേ. നമ്മൾ ആരാ കണക്കുകൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക? അങ്ങനെ എഴുതി വെക്കണമെങ്കിൽ പിന്നെ ദൃശ്യത്തിലെ മോഹൻലാലായിരിക്കണം അല്ലേ. നമ്മൾ ആരെങ്കിലും എഴുതി വെക്കാറുണ്ടോ? ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല. കൺസ്യൂമേഴ്സ് സെൽഡം മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കുക. ഇന്ത്യയിലെ GDPയുടെ വിവിധ മേഖലകളുടെ സംഭാവന അത് ശതമാനത്തിൽ കൊടുത്തിരിക്കുന്നു. അതായത് ഇവിടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സ് ഉണ്ട്, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുണ്ട്. ടോട്ടലും കൊടുത്തിട്ടുണ്ട്. 2015-16 കൊടുത്തിട്ടുണ്ട് അല്ലേ. പ്രാഥമിക മേഖലയുടെ സംഭാവന എത്രയാണ്? 20.10. എന്നാൽ 2017-18 അത് 19 കുറയാണ് ഉണ്ടായത്, 19.56. നമുക്ക് സെക്കൻഡറി, ദ്വിതീയ മേഖല എന്ന് നോക്കിയാട്ടെ, 27.42 2015-16. എന്നാൽ അത് 2017-18 ആകുമ്പോഴേക്കും 26.59 കുറയുന്നതാണ് കാണുന്നത്. എന്നാൽ തൃതീയ മേഖലയുടെ ഒന്ന് നോക്കിയാട്ടെ, അത് 52.48, അത് 53.85 കൂടിയതായിട്ട് കാണാം. എന്ന് വെച്ചാൽ പ്രാഥമിക, ദ്വിതീയ മേഖലകളിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ സേവന മേഖല, അതായത് സർവീസ് സെക്ടർ വളർന്നു വരുന്നു. അത് ബാക്കി 2 മേഖലകളെയും പിന്തള്ളിയിരിക്കുന്നു. വലിയൊരു വിഹിതം അതിന്ന് ദേശീയ വരുമാനത്തിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതായത് നമ്മുടെ നാട് വികസിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു, ആശുപത്രികൾ കൂടുതൽ മികവുറ്റുള്ളതാവുന്നു, ബാങ്ക്, ഇൻഷുറൻസ്, വാർത്താവിനിമയം, ഹോട്ടൽ മേഖല, വിനോദസഞ്ചാര മേഖല, ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വികസിക്കാൻ തുടങ്ങി. സാമ്പത്തിക പുരോഗതി ഉണ്ടായതോടുകൂടിയാണ് ഈ ഗതാഗതവും വിനോദസഞ്ചാരം, അതായത് ടൂറിസത്തിനൊക്കെ പ്രാധാന്യം വന്നത്. പണ്ട് ഇങ്ങനെ ടൂർ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്,
അതായത് നമ്മൾ വികസിച്ചു, വികസനം വന്നതോടുകൂടി വരുമാനം കൂടി, അതോടുകൂടി ഇത്തരം മേഖലകൾക്ക് പ്രാധാന്യം കൂടി, അല്ലേ? വിനോദസഞ്ചാരം, അതായത് ടൂറിസം. മറ്റൊന്ന് അറിവധിഷ്ഠിത വ്യവസായങ്ങൾ, അതായത് നോളജ് സെക്ടർ. ഇതിൻ്റെയൊക്കെ വളർച്ച സേവന മേഖലയുടെ, അതായത് ടേർഷ്യറി സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. എന്താണ് അറിവധിഷ്ഠിത മേഖല, നോളജ് സെക്ടർ? ഇവിടെ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി ഉപയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. അതായത് the knowledge sector is the sector which efficiently uses knowledge and technology to attain economic growth. വിദ്യാഭ്യാസം, അതായത് എഡ്യൂക്കേഷൻ, നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രയോഗം, ഇന്നൊവേഷൻ, അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇതൊക്കെയാണ് ഈ പറഞ്ഞ അറിവധിഷ്ഠിത മേഖലയുടെ സാമ്പദ്ക്രമത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ, അതായത് ബൗദ്ധിക മൂലധനം, ആളുകളുടെ ക്രിയേറ്റിവിറ്റി, ബുദ്ധിപരമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഭൗതിക മൂലധനത്തെ നമുക്ക് വളർത്തിയെടുക്കാം. അത് നമുക്ക് കാണാൻ കഴിയില്ല, അത് കാണാൻ കഴിയാത്തൊരു ആസ്തിയാണ്. ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെയാണ് ഇത്തരത്തിൽ ബൗദ്ധിക മൂലധനം എന്ന് വിശേഷിപ്പിക്കുന്നത്. Intellectual capital is an invisible asset. It is the collective knowledge of all the people in the enterprise or a society. അതായത് ഇന്ന് ആളുകളുടെ അറിവ്, അതായത് നോളജ്, അതുപോലെ തന്നെ അവർക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള കഴിവ്, അല്ലേ? അതായത് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ടെക്നിക്കൽ നോളജ്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മേഖലകൾ ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്, അല്ലേ? ബൗദ്ധികപരമായ, ബുദ്ധിപരമായ ആ ഒരു നീക്കത്തിലൂടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നോളജ് സെക്ടറിൽ വരുന്നതാണ്. നമുക്കറിയാം ഇന്ന് ഷെയർ മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ടാക്സ്, അതായത് ടാക്സൊക്കെ, അല്ലേ? ഇപ്പോഴൊക്കെ നമുക്കറിയാം ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിദഗ്ധമായിട്ടുള്ള അഭിപ്രായം നൽകുന്നവരുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വിദഗ്ധർ, അല്ലേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, ഇവരൊക്കെയാണ് ഈ മേഖലയിൽ വരുന്നത്. ഇതൊക്കെ അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ബിസിനസ് എക്സിക്യൂട്ടീവുകൾ, അല്ലെ? ഗവേഷകർ, അതായത് സയൻറ്റിസ്റ്റുകൾ, ഇവരൊക്കെ തന്നെ അവരുടെ അറിവാണ് അവരുടെ ക്യാപിറ്റൽ. അതുപയോഗിച്ചുകൊണ്ട് ഒരുപാട് മേഖലകൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ടെക്നോ പാർക്കുകൾ, ഇൻഫോ പാർക്കുകൾ, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഇത്തരത്തിലുള്ള അസറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കില്ല, ഇന്ത്യയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയറുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതായത് IT മേഖലയിൽ നമ്മൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. നമ്മുടെ ടെക്നോളജി പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഈ മേഖലയിൽ മുന്നേറുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ? Which are the favorable factors can help India grow further in നോളജ് സെക്ടർ? ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നവർ ഏറെയുണ്ട് ഇന്ത്യയിൽ. അതൊരു വലിയൊരു ഗുണമാണ്. അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധർ ഇഷ്ടം പോലെ ഇന്ത്യയിലുണ്ട്. അത് നമുക്ക് ഈ മേഖലയിൽ വളരാൻ സഹായിച്ചിട്ടുണ്ട്. അതായത് ഹ്യൂമൻ റിസോഴ്സസ് ഇൻക്ലൂഡിങ് ടെക്നിക്കൽ എക്സ്പേർട്സ് ഹൂ ആർ വെൽ വേഴ്സ്ഡ് ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മുടെ വിപുലമായ ആഭ്യന്തര കമ്പോളം, അതായത് ഇന്ത്യക്കകത്തുള്ള കമ്പോളം വളരെ വൈഡാണ്. അത് ഇത്തരത്തിലുള്ള സാധ്യത കൂട്ടുന്നു. വൈഡ് ഡൊമസ്റ്റിക് മാർക്കറ്റ്, അല്ലേ? മറ്റൊന്ന് ശക്തമായ സ്വകാര്യ മേഖലയാണ്. ഇന്ത്യ മിക്സഡ് എക്കോണമി ആണെങ്കിൽ പോലും ഇന്ത്യയിൽ നല്ലൊരു സ്വകാര്യ മേഖലയുണ്ട്. എപ്പോഴും കമ്പോളവൽക്കരണം നടക്കുമ്പോൾ സ്വകാര്യ മേഖലയുടെ സാന്നിധ്യം വളരെ ആവശ്യമാണ്, അതുണ്ട്. അതായത് സ്ട്രോങ് പ്രൈവറ്റ് സെക്ടർ. മറ്റൊന്ന് മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ മേഖലയുടെ വളർച്ച വരും കാലങ്ങളിൽ നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ, അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകൾ, അവരൊക്കെ എന്ത് ചെയ്യാണ്, വളർന്നു. ഈ പുതുതലമുറയിൽ ഇഷ്ടം പോലെ ആളുകൾ ആ മേഖല തേടി പോകുന്നവരുണ്ട്. അപ്പോൾ ഇനിയും ഈ മേഖല വളരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
നമ്മുടെ ദേശീയ വരുമാനത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടാവുമെന്നും പ്രതീക്ഷിക്കാം.